ധന്യ, കോൺഗ്രസിൻ്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ് KC വേണുഗോപാൽ. ഈ കോൺഗ്രസിൻ്റെ രാജതന്ത്രങ്ങളൊക്കെ മെനയുന്നത് KCയാണ്. പല തെരഞ്ഞെടുപ്പുകളെ നേരിട്ടതും വാർ റൂമുകൾ തുറന്നതുമൊക്കെ KCയുടെ നേതൃത്വത്തിലാണ്. അത് കാണാനുണ്ട്, കുറ്റം പറയരുതല്ലോ. ഈ എന്താണ്, നമ്മുടെ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിയുടെ കൂടെ അദ്ദേഹം നടക്കുകയും രാഹുലിനെ ഏതൊക്കെ കുഴിയിൽ കൊണ്ടച്ച് ചാടിക്കാവോ ആ കുഴിയിലൊക്കെ കൊണ്ടുപോയി ചാടിക്കുകയും ചെയ്യുന്നത് ഈ പറയുന്ന KC വേണുഗോപാൽ ആണ് എന്നതാണ് അല്ല വിരുദ്ധന്മാർ പറയുന്നത്. ദുഷ്ടലാക്കുള്ള വിരുദ്ധന്മാർ പറയുന്ന അഭിപ്രായം എന്ന് പറയുന്നത് KCയെ ഇത്തരം ആളുകൾ പറയുന്നത്, ജയശങ്കർ സാർ പറയുന്ന പോലെ കുബുദ്ധികൾ പറഞ്ഞുണ്ടാക്കുന്ന കാര്യങ്ങൾ എനിക്കറിയില്ല. പക്ഷേ അങ്ങനെ ഒരുപാട് കാലമായി രാഹുൽ ഗാന്ധിയോടൊപ്പം തൊട്ടുരുമി നടക്കുകയും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുകയും സംഘടനാപരമായി ഏറെ മുന്നോട്ട് പോവുകയും ഇവിടെ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് നടന്ന് കോൺഗ്രസ് വിജയിച്ചാൽ ഒരുപക്ഷെ ഒരു നമ്മൾ ഈ ഇങ്ങനെ പറയല്ലോ, എന്തോ ഒരു പക്ഷിയെ പോലെ നമ്മൾ ഫീനിക്സ് പക്ഷിയെ പോലെ പറന്നിറങ്ങാനൊക്കെ കഴിവുള്ള മുഖ്യമന്ത്രി ആവാനൊക്കെ വരുന്ന ആളാണ് എന്നൊക്കെ ഈ പറയുന്ന ആളുകൾ പ്രചരിപ്പിക്കുന്ന ആളാണ് KC വേണുഗോപാൽ എന്ന് പറയുന്നത്. അദ്ദേഹം പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് ചെറിയ ചില പണികൾ കിട്ടി തുടങ്ങിയിരിക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. എന്തായാലും രാഹുൽ ഗാന്ധിയോട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കൊടുത്തതാണോ, ഇനി അതല്ല രാഹുലിന് സ്വയം എന്തെങ്കിലും ബുദ്ധി അല്ലെങ്കിൽ ഈ പറയുന്ന വിവേകമൊക്കെ ഉണ്ടായതാണോ? KC വേണുഗോപാലിനെ കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ഡൽഹിയിൽ കാണുന്നത്, അല്ലേ? എനിക്ക് തോന്നുന്നു കേരളമൊക്കെ വിട്ട് അദ്ദേഹം ഡൽഹിയിലേക്ക് നേരെ പോയത് സോണിയാഗാന്ധിയുടെ വസതിയിലേക്കാണ്. അവിടെ രാഹുലിനെ അനുസരണ പഠിപ്പിക്കാനും രാഹുലിനെ ബുദ്ധി ഉപദേശിച്ചു കൊടുക്കാനും ജോഡോ യാത്രയുടെ പിന്നിലൊക്കെ KC എന്നാണ് പറയുന്നത്. എന്തായാലും അദ്ദേഹത്തെ 4000 കിലോമീറ്ററൊക്കെ ഓടിച്ച് ഒന്ന് പരിവപ്പെടുത്തിയൊക്കെ എടുത്തിട്ടും അദ്ദേഹം കിതച്ചതല്ലാതെ ഇന്ത്യ കോൺഗ്രസും കുതിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടെ നിന്ന് രാഹുൽ ഗാന്ധി എവിടെ ഇരിക്കണം, എങ്ങനെ ഇരിക്കണം, എന്ത് ചെയ്യണം, എപ്പോൾ ടോയ്ലറ്റിൽ പോകണം, എപ്പോൾ പുറത്തിറങ്ങണം, എപ്പോൾ ആഹാരം കഴിക്കണം, എപ്പോൾ കിടന്നുറങ്ങണം, എപ്പം വിയറ്റ്നാമിലും പട്ടായയിലും പിന്നെ തായ്ലൻഡിലും ഒക്കെ കറങ്ങാൻ പോകണം, ഇറ്റലിയിൽ എപ്പോൾ പോകണം, ഇതൊക്കെ തീരുമാനിക്കുന്നത് KC വേണുഗോപാലാണ്. അപ്പോൾ KCയുടെ ഒരു എന്താ പറയുക, ബന്ധനസ്ഥതയിൽ കിടന്ന് ഉരുകുകയായിരുന്നു രാഹുൽ ഗാന്ധി. പുറത്തേക്ക് ഇറങ്ങാനും പറ്റില്ല, അകത്തേക്ക് വിഴുങ്ങാനും പറ്റാത്തൊരവസ്ഥയിൽ രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു വല്ലാത്തൊരവസ്ഥ KCയുടെ ഉപദേശം കൂടിപ്പോയത് കൊണ്ടാണോ എന്നറിയില്ല, വട്ടപൂജ്യത്തിൽ വരെ കോൺഗ്രസ് എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ KC എന്ത് മലയാണ് അവിടെ ഇരുന്ന് മറിക്കുന്നതെന്ന് നമുക്ക് ആർക്കും അറിയില്ല. KCക്ക് തരൂറിനെ വലിയ താല്പര്യമില്ലെന്നല്ല, തരൂരിനോട് ഒരു പുച്ഛ മനോഭാവമാണ്. എന്തുകൊണ്ടാണ്? തരൂരിന് ഇംഗ്ലീഷ് അറിയാം, വിവരമുണ്ട്, ബുദ്ധിയുണ്ട്, പരിജ്ഞാനമുണ്ട്, ലോകം ചുറ്റിയ അനുഭവ പാഠവുമുണ്ട്, വിശ്വപൗരനാണ്. സ്വാഭാവികമായും KCക്ക് താല്പര്യമില്ല. KCക്ക് കേരളത്തിലെ നേതാക്കളെ പോലെ വലിയ മൂളയില്ലാത്തവരാണെങ്കിലേ KC പറയുന്നതൊക്കെ വില പോവുള്ളൂ, KC പറയുന്നതൊക്കെ നടക്കുകയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ചോദ്യങ്ങൾ തിരിച്ച് ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളൊരു ഭയം KCക്കുണ്ട്. അപ്പോൾ ശശി തരൂർ മോദിയെ പ്രശംസിച്ചുകൊണ്ടും കേരളത്തിൻ്റെ വികസന മേഖലയെ പ്രശംസിച്ചുകൊണ്ടും ഒരു ലേഖനം എഴുതി. ആ ലേഖനത്തിലെ ഇംഗ്ലീഷ് മനസ്സിലാവാത്തതുകൊണ്ട് ഹസ്സൻ ഉൾപ്പെടെ ഘോരമായി പ്രസംഗിച്ചു. അഡ്വക്കേറ്റ് ജയശങ്കർ നമ്മുടെ തന്നെ ABCയിൽ തന്നെ ഒരു വീഡിയോ പറഞ്ഞതുപോലെ ഇംഗ്ലീഷ് പഠിക്കണം, ഇംഗ്ലീഷ് പഠിച്ചാലേ ഇതൊക്കെ മനസ്സിലാവുള്ളൂ, ഇല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇംഗ്ലീഷ് അറിയാത്തത് കൊണ്ട് എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോൾ ഇപ്പോൾ BJPക്കാർ കൊത്തിക്കൊണ്ട് പോകും തരൂരിനെ പോലെ ഒരു ബുദ്ധിമാനായ ഒരു മനുഷ്യൻ കോൺഗ്രസ്സിൽ വേറെ ഇല്ല. അത് ആർക്കും നിസ്സംശയത്തോടെ പറയാം. അതുകൊണ്ട് തരൂരിനെ കൊത്തിക്കൊണ്ട് പോകാൻ എല്ലാ പാർട്ടികളും കൈനീട്ടി നിൽക്കുകയാണ്. തരൂർ ഇങ്ങോട്ട് വരൂ എന്ന് വിളിച്ചുകൊണ്ട്. ഇത് രാഹുലിന് മനസ്സിലായി. ഇടയ്ക്കിടയ്ക്ക് രാഹുൽ KC ഇല്ലാത്ത സമയത്ത് കുറച്ച് ബുദ്ധിയൊക്കെ ഒന്ന് പ്രവർത്തിപ്പിക്കും. അയാൾ എവിടെയെങ്കിലും KC വേണുഗോപാൽ ഒന്ന് പുറത്തേക്ക് പോകുന്ന സമയത്ത് ഒന്ന് തലയൊക്കെ തട്ടി ഒന്ന് നേരെയൊക്കെ ആക്കി വയ്ക്കും, അപ്പോൾ കുറച്ച് ബുദ്ധി വരും. അങ്ങനെ തട്ടിയ സമയത്ത് ബുദ്ധി വന്ന സമയത്ത് KC പോയ സമയത്ത് രാഹുലിന് മനസ്സിലായി തരൂറിനെ BJP കൊത്തു ഉറപ്പാണ്. BJP കൊണ്ടുപോയാൽ നല്ലൊരു സ്ഥാനം നൽകുകയും ചെയ്യും. വേണമെങ്കിൽ സഹമന്ത്രിയല്ല, ക്യാബിനറ്റ് പദവിയുള്ള മന്ത്രിപദം തന്നെ ചിലപ്പോൾ കൊടുക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ നിലയ്ക്ക് കാര്യങ്ങൾ വഷളാക്കണ്ട എന്ന് വിചാരിച്ച് തരൂരിനെ സോണിയാഗാന്ധിയുടെ വസതിയിലേക്ക് വിളിച്ചു. രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ ഞാനും കൂടെ വരാം, ഞാനില്ലാതെ എന്ത് കൂടിക്കാഴ്ച എന്ന് പറഞ്ഞപ്പോൾ രാഹുൽ പറഞ്ഞു അങ്ങോട്ട് ഇറങ്ങി നിന്നേ, അത് ഞങ്ങൾ സംസാരിക്കട്ടെ. 30 മിനിറ്റ് പിടിച്ച് വെളിയിലിറക്കി. ഞങ്ങൾ സംസാരിച്ചതിന് ശേഷം ഇങ്ങോട്ട് കയറിയാൽ മതി.
ഞാൻ പറയാം എപ്പോൾ വരണമെന്നുള്ളത്, ഇതുവരെ എന്നെ ഭരിച്ച് നടന്നതല്ലേ, ഇനി ഞാൻ ഭരിക്കട്ടെ കുറച്ച് നാൾ എന്ന് പറഞ്ഞുകൊണ്ട് 30 മിനിറ്റാണ് പിടിച്ച് വെളിയിൽ നിർത്തിയത്. വെളിയിൽ നിർത്തിയിട്ട് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും തരൂറും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ കാര്യങ്ങളൊക്കെ സംസാരിച്ച് എല്ലാം സോൾവ് ആക്കിയപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞു കോൺഗ്രസ് പാർട്ടിയുടെ നയത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ പറയരുത്. അപ്പോൾ തരൂർ പറഞ്ഞു എനിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ ഞാൻ സംസാരിക്കും, ഞാൻ പറയും. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, ഇതിനു മുൻപും ഞാൻ അങ്ങനെ തന്നെയാണ്. പാർട്ടിയുടെ നിലപാടിനോട് ചേർന്ന് തന്നെയാണ് ഞാൻ പോകുന്നത്. ഞാൻ പറഞ്ഞത് പാർട്ടി നേതാക്കൾക്ക് പലർക്കും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷെ എങ്കിലും ഞാൻ എൻ്റെ നിലപാടുകളിൽ പലപ്പോഴും ഉയർത്തിപ്പിടിക്കും. മാത്രമല്ല പാർട്ടിയിൽ അവഗണന വലിയ രീതിയിൽ ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഞാനുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകൾ നടക്കുന്നില്ല. എന്നെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു സമീപനമാണ് കേരളത്തിലെ കോൺഗ്രസ് എടുക്കുന്നത്. അപ്പോൾ ഹൈക്കമാൻഡ് കേരളത്തിലെ കോൺഗ്രസ്സിലെ ഈ വീശി ചുമ്മാ ഇരുന്ന് പണിയില്ലാതെ വീശി ഇടയ്ക്കിടയ്ക്ക് മാധ്യമങ്ങളെ വിളിച്ച് ബൈറ്റ് കൊടുക്കുന്ന നേതാക്കന്മാരുണ്ടല്ലോ, RSS ശാഖയ്ക്കൊക്കെ കാവൽ നിന്ന ധീരനായ സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു തരൂരിൻ്റെ വിഷയത്തിൽ ഒരൊറ്റ അക്ഷരം ഇന്ത്യ മറ്റേ പച്ച മലയാളത്തിൽ പറഞ്ഞ ആഴ്ച കവാലം നോക്കുക എന്ന് പറയുന്നത് പോലെ ഇനി ഒരു അക്ഷരം തരൂരിൻ്റെ കാര്യത്തിൽ മിണ്ടണ്ട, ഇതിവിടെ അവസാനിച്ചു, ഞങ്ങൾ പറഞ്ഞത് അവസാനിപ്പിച്ചു, തരൂർ എങ്ങോട്ടേക്കുമില്ല, തരൂർ കോൺഗ്രസിൽ തന്നെ നിൽക്കും. പിന്നെ തരൂരിന് കഴിവുണ്ടെങ്കിൽ അടുത്ത തവണ നിയമസഭയിൽ മത്സരിപ്പിച്ച് ജയിപ്പിച്ച് ഞങ്ങൾ ചിലപ്പോൾ തരൂരിനെ മുഖ്യമന്ത്രിയുമാക്കും. കോൺഗ്രസ്സിന് പാർട്ടി വളരുകയാണ് പ്രധാനം, അല്ലാതെ വ്യക്തികൾ വളരുക എന്നുള്ളതല്ല ഇനി കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന നയം എന്ന് പറയുന്നത്. ഇപ്പോൾ KC തരൂരിൻ്റെ വിഷയം വന്നപ്പോൾ പറഞ്ഞത് ഇതൊരടഞ്ഞ അധ്യായമാണ്. സത്യത്തിൽ തരൂരിൻ്റെ വിഷയം വന്നപ്പോൾ KC വേണുഗോപാൽ അടഞ്ഞുപോയി എന്നുള്ളതാണ്. കത്തിക്കൊണ്ടിരുന്ന തീ എന്താ അണയാൻ പോകുന്ന തീ കത്തുമെന്ന് പറയും പോലെ KC കുറേ നാൾ കൊണ്ട് കത്തിക്കയറുകയായിരുന്നു. ഒറ്റയടിക്ക് രാഹുൽ ഗാന്ധി അണച്ച് കയ്യിൽ കൊടുത്തു എന്നുള്ളതാണ്. സത്യത്തിൽ രാഹുൽ ഗാന്ധി നല്ലൊരു നേതാവാണ്. നമ്മൾ വിമർശിക്കുമ്പോഴും ഒക്കെ ചില കാര്യങ്ങളിൽ പക്വതപരമായ നിലപാടും തീരുമാനവും ഇടപെടലുകളും രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമ്മൾ തരൂരിലൂടെ മനസ്സിലാക്കിയ കാര്യമാണ്. എന്തായാലും 3 വർഷത്തിന് ശേഷമാണ് രാഹുൽ ഗാന്ധിയും തരൂറും തമ്മിലുള്ള ചർച്ച നടക്കുന്നത്. ആ ചർച്ച വളരെ വിജയമായിരുന്നു. അതായത് കാര്യങ്ങളെ വിദഗ്ധമായി നേരിടാനും മതം പൊട്ടി നിന്ന ആളുകളെ മതം പൊട്ടിയവരെ അനുനയിപ്പിച്ചുകൊണ്ട് നല്ല ഇളം തണുത്ത വെള്ളത്തിൽ കുളിപ്പിച്ച് അല്ല കുട്ടപ്പനായി എടുത്ത് ഇനി മാധ്യമങ്ങളെ തൽക്കാലം കാണണ്ട, മാധ്യമങ്ങൾക്ക് ഇനി തൽക്കാലം ഒരു തരത്തിലുള്ള ബൈറ്റും കൊടുക്കണ്ട, മാധ്യമങ്ങളോട് ഇതേക്കുറിച്ച് പറയണ്ട. പ്രത്യേകിച്ച് KCയോട് പറഞ്ഞു ഒരക്ഷരം തരൂരിനെ കുറിച്ച് മിണ്ടിപ്പോവരുത്, നിങ്ങൾക്ക് തരൂർ അടഞ്ഞ വിഷയമായിരിക്കും, ഞങ്ങൾക്ക് അങ്ങനെയല്ല, ഞങ്ങൾക്ക് തരൂരിനെ ആവശ്യമുണ്ട്, അതുകൊണ്ട് ഇതിവിടെ പറഞ്ഞതിരിക്കട്ടെ, ഇനി ഒരക്ഷരം മിണ്ടിയാൽ KC ആയിരിക്കും പാർട്ടിക്ക് പുറത്താകുന്നത്. ഇതൊക്കെ മുരളീധരനൊക്കെ ഇങ്ങനെ സഹിക്കുന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. മുരളീധരനൊക്കെ വളരെ പരിഹാസപൂർവ്വമാണ്, ഞാൻ വിശ്വപൗരനല്ലാത്തത് കൊണ്ടൊന്നും പറയുന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അതിനും വേണ്ട ഒരു യോഗ്യത, വിശ്വപൗരനാവാനൊക്കെ ഒരു യോഗ്യത വേണ്ടേ? എനിക്ക് വാർത്തനും ഇരുന്നിട്ട് വിശ്വപൗരത്വം എന്ന് പറയാൻ പറ്റുമോ? ഇന്ത്യയിൽ നമ്മുടെ കേരളത്തിൽ ഒരു വിശ്വപൗരനുണ്ട് എന്ന് പറയുന്നത് നമുക്കൊക്കെ അഭിമാനമല്ലേ? അല്ലെ? അത്രയും വിദ്യാഭ്യാസവും വിവരവും, ഞാനൊക്കെ ഡിഗ്രിക്ക് പഠിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പുസ്തകം. പക്ഷെ ഈ കോൺഗ്രസ് ഇത് മാറ്റിവെക്കാതെ രക്ഷപ്പെടില്ല. അത് രാഹുൽ ഗാന്ധിക്ക് മനസ്സിലായി. അതുകൊണ്ട് അദ്ദേഹം കൃത്യമായ നിലപാടെടുത്തു. KCയുടെ ചീട്ട് കീറി കൊടുത്തു.